എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. നടികയാർ തിലകം എന്നറിയപ്പെടുന്ന മഹാനടി സാവിത്രിയുടെ ജീവിതകഥയാണ് ഇന്ന് പറയുന്നത്. നിസ്സംഗര സാവിത്രി അല്ലെങ്കിൽ സാവിത്രി ഗണേശൻ ഡിസംബർ 6, 1934 ചിറവൂര്, ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിൽ ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. നിശങ്കര സുഭദ്രാമ്മ ഗുരുവായ ആയിരുന്നു മാതാപിതാക്കൾ. സാവിത്രിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചുപോയി. അങ്കിളും ആന്റിയുമാണ് വളർത്തിയത്. തെലുങ്ക്, തമിഴ് സിനിമയിലാണ് കൂടുതൽ അഭിനയിച്ചത്. നടികയാർ തിലകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1950-60കളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികയായി അറിയപ്പെട്ടു. തെലുങ്ക് സിനിമയിലെ റാണിയായിരുന്നു. 250 സിനിമകളിൽ കൂടുതൽ അഭിനയിച്ചു. എടുത്തു പറയേണ്ടുന്ന ചില സിനിമകൾ: 1952 പെല്ലിച്ചേരി ചൂടു, 53 ദേവദാസു, 55 മിസ്സമ്മ അർത്ഥാംഗി, ഡോങ്ര രാമുഡു, 57 തോടി കൊടലു, മായാബസാർ, 59 മംഗല്യബാലൻ, 62 ആരാധന ഗുണ്ടമ്മ കഥ, 63 നർത്തനശാല, 64 ഡോക്ടർ ചക്രവർത്തി, 65 സുമംഗലി ദേവത എന്നീ സിനിമകളിൽ എടുത്തു പറയാവുന്ന അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. സാവിത്രിയുടെ ഈ അഭിനയ പാടവത്തിന് 1999 നടന്ന 30ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യയിൽ വെച്ച് നടന്നത് സാവിത്രിക്ക് എ മൂൺ എമംഗ് സ്റ്റാർസ്, ഒരുപാട് നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രൻ എന്നുള്ള പദവി ലഭിച്ചു. സാവിത്രിയുടെ ജീവിതവും സിനിമയും ആധാരമാക്കി 2018 റിലീസ് ചെയ്ത മഹാനടി എന്ന സിനിമ ഒരുപാട് പ്രശസ്തമായി. കീർത്തി സുരേഷാണ് സാവിത്രിയുടെ റോള് അഭിനയിച്ചത്. കുഞ്ഞിലെ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി സാവിത്രി. കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം ഏറെ ചർച്ചയായിരുന്നു. കുറച്ച് വലുതായപ്പോൾ ചില സിനിമകളിൽ ഒരു കണ്ണിൽ ദേഷ്യവും ഒരു കണ്ണിൽ കൂടി ദുഃഖവും കണ്ണുനീരൊലിപ്പിക്കുന്ന അങ്ങനത്തെ അഭിനയം, 2 കണ്ണുകളിലും 2 രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കാൻ മഹാനടി സാവിത്രി മിടുക്കിയായിരുന്നു. അഭിനയ ജീവിതം തുടങ്ങിയത് അങ്കിളും ഒന്നിച്ച് ഒരിക്കൽ മദ്രാസ് സ്റ്റുഡിയോയിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെന്നു. എന്തുകൊണ്ടോ ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ജെമിനി ഗണേശൻ ഒരു ഫോട്ടോ എടുത്തു. 2 മാസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് റോൾ അഭിനയിക്കാനായിട്ട് അവരെ ക്ഷണിച്ചു. സാവിത്രിയും അങ്കിളും തിരിച്ചു വീട്ടിൽ പോയി. പിന്നെ പഴയതുപോലെ നാടകങ്ങളിൽ അഭിനയിച്ച് ജീവിക്കാൻ തുടങ്ങി. ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ വീട്ടിൽ വന്ന് സാവിത്രിയെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു. പിന്നെ അവർ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. 1948 ജെമിനി ഗണേശനെ കണ്ടുമുട്ടി. 1952 അവർ രഹസ്യമായി വിവാഹം കഴിച്ചു. സാവിത്രിയുടെ അങ്കിളിന് ഇഷ്ടമില്ലായിരുന്നു. കാരണം ജെമിനി ഗണേശൻ കല്യാണം കഴിച്ചതും ഭാര്യയും 4 മക്കളും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഗോസിപ്പുകൾ കേൾക്കുന്നുണ്ട്, ഒരു പുഷ്പവല്ലി എന്ന സ്ത്രീയുമായി ഇഷ്ടത്തിലാണെന്നും. അതുകൊണ്ടാണ് സാവിത്രിയുടെ അങ്കിളിന് ഈ കല്യാണം ഇഷ്ടമില്ലായിരുന്നത്. എന്നിട്ടും സാവിത്രി രഹസ്യമായി ജെമിനി ഗണേശനെ കല്യാണം കഴിച്ചു. ആ കല്യാണം പരസ്യമായത് ഒരു ഓട്ടോഗ്രാഫിൽ സാവിത്രി ഗണേശൻ എന്ന് സൈൻ ചെയ്ത് നൽകിയപ്പോഴാണ് ആ കല്യാണം പരസ്യമായി എല്ലാവരും അറിഞ്ഞത്. സാവിത്രിക്ക് ഒരു മകനും ഒരു മകളുമാണുള്ളത്. പുഷ്പവല്ലിക്ക് പിന്നീട് 2 പെൺകുട്ടികളാണ് ഉണ്ടായത്. അതിലൊരാളാണ് നമ്മുടെ ഹിന്ദി സിനിമയിലെ പ്രശസ്തയായ നടി രേഖ. ഡയറക്ടർ പി ചന്ദ്രശേഖര റെഡ്ഡി സാവിത്രിയെ കുറിച്ച് പറഞ്ഞത്, ആർക്കും സാവിത്രിയുടെ അത്രയും സൗന്ദര്യമോ കഴിവോ ഇല്ല. അവർക്ക് ആരും അഭിനയിക്കാൻ പറഞ്ഞു കൊടുക്കണ്ട, അവർ തന്നെത്താനെയാണ് അഭിനയിക്കുന്നത്. ഏതാണ്ട് അഭിനയ ജീവിതവും കല്യാണവും കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം സാവിത്രിയും ജെമിനി ഗണേശനും തമ്മിലുള്ള ബന്ധം വഷളായി. അപ്പോൾ അവർ ഒരുപാട് മദ്യപിക്കാൻ തുടങ്ങി. ചില സമയത്ത് മദ്യപിച്ചുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വരെ വരുമായിരുന്നു. അപ്പോൾ ഡയറക്ടർ പി ചന്ദ്രശേഖര റെഡ്ഡി പറയുന്ന ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഷർട്ട് എടുത്ത് എറിയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അയാൾക്ക് ഒരു പുതിയ ഷർട്ട് വാങ്ങിക്കൊടുത്ത് ക്ഷമ പറഞ്ഞു. അത്ര നല്ല മനസ്സിനുടമയായിരുന്നു സാവിത്രി. അവർ ബോളിവുഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ പ്രശസ്തി അവർക്ക് തെക്കേ ഇന്ത്യൻ സിനിമകളിലാണ് ലഭിച്ചത്. അതുകൊണ്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നു. 3 മലയാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ചുഴി 1973 റിലീസ് ചെയ്തത് എടുത്തു പറയാവുന്ന ഒരു സിനിമയാണ്.
1959 മായാ ബസാർ കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്റ്റാർ പദവി ഒരുപാട് വർദ്ധിച്ചു. സാവിത്രി ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ നടിമാരും നടന്മാരും വസ്തുക്കളും ആഭരണങ്ങളും വീടുകളും ഒക്കെ വാങ്ങിക്കുന്ന തിരക്കിലാണെങ്കിൽ പോലും സാവിത്രി എപ്പോഴും പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ജമിനി ഗണേശൻ ഒരുപാട് സുഖലോലുപതയിലാണ് ജീവിക്കുന്നത്. ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. 1960 സാവിത്രിക്ക് രാഷ്ട്രപതിയുടെ സ്പെഷ്യൽ മെൻഷൻ കിട്ടി. 1968 അവർ സിനിമ നിർമ്മിക്കാനും ഡയറക്റ്റ് ചെയ്യാനും തുടങ്ങി. ആദ്യം സംവിധാനം ചെയ്ത തെലുങ്ക് ഫിലിമാണ് ചിന്നാരി പാപ്പലു. അതിന് സ്റ്റേറ്റ് നന്ദി അവാർഡ് കിട്ടി, ബെസ്റ്റ് ഫീച്ചർ ഫിലിം. 1970കളിൽ സാവിത്രി അഭിനയിക്കാതെയായി, കൂടുതലും ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അവരുടെ വസ്തുവകകളൊക്കെ ടാക്സ് ഓഫീഷ്യൽസ് വന്ന് ജപ്തി ചെയ്തു. പിന്നെ ചില ആളുകളുടെ നിർദ്ദേശപ്രകാരം അവർ അഭിനയിക്കാതെ കൂടുതൽ സിനിമകൾ നിർമ്മിക്കാൻ തുടങ്ങി. അതും അവർക്ക് തിരിച്ചടിയായി, ഒരുപാട് നഷ്ടം വന്നു. അവർ തമിഴിലെയും അന്നത്തെ കാലത്തെ വലിയൊരു നടിയായിരുന്നു. MGRന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ശിവാജി ഗണേശൻ. പിന്നെ അവർ കൂടുതലും അഭിനയിച്ചത് സ്വന്തം ഭർത്താവായ ജമിനി ഗണേശന്റെ കൂടെ ആയിരുന്നു. സാവിത്രിക്ക് ഒരു മകനും മകളുമാണുള്ളത്. മകളുടെ പേര് വിജയ ചാമുണ്ടേശ്വരി. അവരുടെ മകൻ അഭിനയ് വദ്ദി 2014 രാമാനുജൻ എന്ന് പറയുന്ന സിനിമയിൽ വളരെ നല്ലൊരു റോൾ കാഴ്ചവെച്ചു. അവരുടെ മകന്റെ പേരാണ്, സാവിത്രിയുടെയും ജമിനി ഗണേശന്റെയും മകന്റെ പേരാണ് സതീഷ് കുമാർ. സാവിത്രി ഡിസംബർ 26, 1981 47 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. അത് കോമയിലായി 19 മാസം കിടന്നതിന് ശേഷമാണ്. അവർക്ക് ഡയബറ്റിസും ഹൈ BP ആയിരുന്നു മരണകാരണം. 2011 ഇന്ത്യൻ ഗവൺമെന്റ് സാവിത്രിയുടെ മുഖമുള്ള ഒരു സ്റ്റാമ്പ് അവരുടെ ബഹുമാനാർത്ഥം ഇറക്കി. മഹാനടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും.